ഹായ് ഫ്രണ്ട്സ്, ഇന്ന് തേങ്ങ അരയ്ക്കാതെ വളരെ എളുപ്പത്തിലൊരു മോര് കാച്ചിയതാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാനൊരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. 1/4 ടീസ്പൂൺ ഉലുവ, 1/2 ടീസ്പൂൺ കടുക്. കടുക് ഉലുവയും പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് 3-4 വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 4-5 വെളുത്തുള്ളി അരിഞ്ഞതും 1 കഷ്ണം ഇഞ്ചി അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കാം. രണ്ട് തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. മൂന്ന് പച്ചമുളക് കീറിയത് കൂടി ഇടാം. ഇനി ഇത് നന്നായി വഴറ്റിയെടുക്കണം. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി വന്നു കഴിയുമ്പോഴേക്കും ഇതിലേക്ക് മീഡിയം സൈസിലുള്ള ഒരു സവോള ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. സവോള നന്നായി വഴറ്റിയെടുക്കണം. സവോള നല്ല ബ്രൗൺ നിറമാകുന്നിടം വരെ വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. ഇത്രയും ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കുക. സവോളയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മിക്സിയിൽ അടിച്ചു വെച്ചിരിക്കുന്ന 1/2 ലിറ്റർ തൈര് കൂടി ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറിൽ അല്പം വെള്ളം ഒഴിച്ച് അതുകൂടി ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. തണുത്ത് കഴിയുമ്പോൾ ചേർക്കുന്നതാണ് നല്ലത്. ചൂടോടെ ഉപ്പ് ചേർത്ത് കൊടുത്താൽ ചിലപ്പോൾ പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ചേർക്കാത്തത്. മോര് തിളച്ച് പോകരുത്. നന്നായി ചൂടായി വരുമ്പോഴേക്കും സ്റ്റൗ ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കണം. ഇല്ലെങ്കിൽ പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. വളരെ ടേസ്റ്റിയായ മോര് കാച്ചിയത് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.